അവൾ കാലിൽ നിന്ന് ഷൂവിന് തുന്നിച്ചേർത്തു. പിന്നെ പുറത്തേക്ക് തള്ളി നിന്നിരുന്ന കാലിന്റെ ഭാഗം മുറിച്ചു. പിന്നെ അവൾ കത്തി ആ അടയാളത്തിൽ വച്ചു. അവളുടെ കാൽവിരലുകൾ മുറിച്ചു. ആ ക്രിസ്റ്റൻ ഷൂവിൽ ഒതുങ്ങാൻ വേണ്ടി, രാജകുമാരൻ അവളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി, അവളുടെ സഹോദരിയുമായി മത്സരിക്കാൻ വേണ്ടി, അങ്ങനെ അവൾ ഒരു രാജകുമാരിയാകാൻ വേണ്ടി, മറ്റു പെൺകുട്ടികൾ അസൂയപ്പെടാൻ വേണ്ടി. പക്ഷേ അബദ്ധത്തിൽ അവൾ അവളുടെ വലതു കാൽ മുറിച്ചു. പക്ഷേ അവളുടെ അമ്മ അത് അറിഞ്ഞപ്പോൾ അവൾ ദയയോടെ അവളുടെ മറ്റേ കാലും മുറിച്ചു. എന്നാൽ എല്ല സ്വയം ഇത്രയധികം വേദനിക്കുന്നത് ഇതാദ്യമായിരുന്നില്ല. 4 മാസം മുമ്പ് ബോൾ പാർട്ടിക്ക് വേണ്ടി, രാജകുമാരന്റെ തിരഞ്ഞെടുപ്പാകാൻ വേണ്ടി, അവളുടെ അമ്മ അവളെ ഒരു പ്ലാസ്റ്റിക് സർജന്റെ അടുത്തേക്ക് അയച്ചു. ഡോക്ടർ വലിയ പ്ലയർ ഉപയോഗിച്ച് അവളുടെ ബ്രേസുകൾ പുറത്തെടുത്തു. തുടർന്ന് ഒരു ചുറ്റിക ഉപയോഗിച്ച് അവളുടെ മൂക്ക് ഒടിച്ചു. നിലവിളി വളരെ ഉച്ചത്തിലായിരുന്നു. അവളുടെ ചെറിയ സഹോദരി ഭയന്ന് വിറക്കാൻ തുടങ്ങി. പക്ഷേ അമ്മ അവരെ നിർത്താൻ അനുവദിച്ചില്ല. പരിക്കേറ്റ എല്ലയെ നേരെ ഡാൻസ് അക്കാദമിയിലേക്ക് അയച്ചു. നൃത്ത പരിശീലകൻ അവളുടെ മുഖം കണ്ടു. അത് വളരെ വ്യക്തമായി തോന്നുന്നു എന്ന് കരുതി അവളെ പിൻനിരയിൽ നിർത്തി അവളുടെ സുന്ദരിയായ സഹോദരിയെ മുന്നിൽ നിർത്തി. എല്ലയുടെ കത്തുന്ന കണ്ണുകൾക്ക് നിശബ്ദത പാലിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ബാൾ പെർഫോമൻസ് ദിവസം എല്ലാവരും ഞെട്ടിപ്പോയി. എല്ല വേദിയുടെ മധ്യഭാഗത്ത് നിൽക്കുകയായിരുന്നു. കാരണം അവളുടെ അമ്മ നൃത്താധ്യാപികയോട് എല്ലാം വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തതും സഹോദരി അവിടെ എത്തുന്നത് മനഃപൂർവ്വം തടഞ്ഞതുമായിരുന്നു. പന്ത് അവസാനിച്ചു. എല്ലാ പെൺകുട്ടികളും വസ്ത്രം മാറി രാജകുമാരന്റെ വധു തിരഞ്ഞെടുപ്പിനായി നിരയിൽ നിന്നു. എല്ലാവരും വസ്ത്രം ധരിച്ചു. ഒരാൾ മറ്റൊരാളേക്കാൾ സുന്ദരിയായിരുന്നു. രാജകുമാരൻ സെറ്റൻ എല്ലയെ തിരഞ്ഞെടുത്തു. അവളുടെ രൂപം ശരിക്കും ആകർഷകമായി തോന്നി. അവൻ ഇരുവരും പരസ്പരം പുഞ്ചിരിച്ചു. അപ്പോൾ മുഖംമൂടി ധരിച്ച ഒരു പെൺകുട്ടി അകത്തേക്ക് നടന്നു. ലളിതമായ വസ്ത്രം, മേക്കപ്പ് ഇല്ല. മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരുന്നു. രാജകുമാരൻ പെട്ടെന്ന് മാറി. അയാൾ നേരെ അവളുടെ അടുത്തേക്ക് പോയി. അയാൾക്ക് അവളെ തന്റെ കണ്ണുകളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അയാൾ അവളെ നൃത്തം ചെയ്യാൻ ക്ഷണിച്ചു. രാജകുമാരന് സാധാരണക്കാരനെ ഇഷ്ടമായിരുന്നു. എല്ലയുടെ രക്തം തിളച്ചു. ആ ശ്രമമെല്ലാം, ആ വേദനയെല്ലാം പാഴായി. വീണ്ടും വീണ്ടും നിരസിക്കപ്പെട്ടതിന്റെ വേദന അവൾക്ക് അനുഭവപ്പെട്ടു. മുഖംമൂടി ധരിച്ച പെൺകുട്ടി മറ്റാരുമല്ല, അവളുടെ സഹോദരി ജെന്നിയാണെന്ന് പിന്നീട് വെളിപ്പെട്ടു. ജെന്നി ഭയന്ന് ഓടിപ്പോയി. ഇപ്പോൾ അവളോട് ഭ്രാന്തനായ രാജകുമാരൻ അവളുടെ പിന്നാലെ ഓടിക്കി. പക്ഷേ അയാൾക്ക് അവളെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉപേക്ഷിച്ചുപോയ ഒരു ഷൂ മാത്രമാണ് അയാൾക്ക് ലഭിച്ചത്. അപ്പോൾ രാജകുമാരൻ പ്രഖ്യാപിച്ചു, ഈ ഷൂവിൽ ചേരുന്നവൻ എന്റെ രാജ്ഞിയാകും. കഥയുടെ ഗുണപാഠം: വേദന കൊണ്ടോ, നുണ കൊണ്ടോ, നിർബന്ധിത സൗന്ദര്യം കൊണ്ടോ യഥാർത്ഥ പ്രണയത്തെ കീഴടക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ എത്രമാത്രം മാറിയാലും ഹൃദയം എപ്പോഴും സത്യസന്ധയും ലാളിത്യവും തിരിച്ചറിയൂ. യഥാർത്ഥ മൂല്യം ഉള്ളിൽ നിന്നാണ് തിളങ്ങുന്നത്. തികഞ്ഞ മുഖം, ശരീരം അല്ലെങ്കിൽ ഷൂവിൽ നിന്നല്ല. കൂടുതൽ രസകരമായ കഥകൾക്കായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.